Good morning. Today going to talk about theories related to dividend policies. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് 11th യൂണിറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തിയറീസ് റിലേറ്റഡ് ടു ഡിവിഡൻഡ് പോളിസി. അതിൽ ഫസ്റ്റ് തിയറിയാണ് മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ അപ്രോച്ച്. മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ അപ്രോച്ച് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് ഡിസ്കസ് ചെയ്യുമ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറലവൻറ്റ് കോൺസെപ്റ്റാണ് മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ അപ്രോച്ചിൽ. അതായത് ഡിവിഡൻഡ് പോളിസി ഹാസ് നോ ഇഫക്റ്റ് ഓൺ ദ ഷെയർ പ്രൈസ് ഓഫ് ദ കമ്പനി ആൻഡ് ദെയർഫോർ നോ കോൺസിക്വൻസ്. ഡിവിഡൻഡ് പോളിസിയിൽ ഒരു ഇഫക്റ്റും ഇല്ല. ഷെയറിൻ്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ഷെയറിൻ്റെ പ്രൈസിൽ ഒരു ഇഫക്റ്റും ഇല്ല ഡിവിഡൻഡ് പോളിസിക്ക് എന്നുള്ളതാണ് മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ അപ്രോച്ചിൽ പറയുന്നത്. ഇറലവൻ്റ് ആണ്. ദേ ഹാവ് സജസ്റ്റ് ദ പ്രൈസ് ഓഫ് ദ ഫേം ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ഏണിങ്സ് പൊട്ടൻഷ്യാലിറ്റി ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി, നെവർ പാറ്റേൺ ഓഫ് ദ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. അത് തിയറി സജസ്റ്റ് ചെയ്യുന്നത് പ്രൈസ് ഓഫ് ഷെയർ ഓഫ് ദ ഫേം അത് ഡിറ്റർമിൻ ചെയ്യുന്നത് ഏണിംഗ് പ്രോഫിറ്റ് പൊട്ടൻഷ്യാലിറ്റിയാണ്. നമ്മുടെ ബിസിനസ്സിൻ്റെ ഏണിങ്സ് ആണ് മെയിനായിട്ടുള്ള കൺസിഡർ ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസീസും. അല്ലാതെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോഫിറ്റ് അല്ല അതിൻ്റെ ഷെയറിൻ്റെ പ്രൈസ് തീരുമാനിക്കുന്നത്, ഡിസൈഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതിൽ എക്സാമ്പിളായിട്ട് പറയുന്നത്, ഇഫ് എ കമ്പനി ഹാവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഡിസ്ട്രിബ്യൂട്ട് ഓൾ ഇറ്റ്സ് ഏർണിങ്സ് എമംഗ് ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്. അതായത് ഒരു കമ്പനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് പുതിയൊരു ബ്രാഞ്ചോ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റോ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് അത് തുടങ്ങിയാൽ ബിസിനസ്സിൽ സക്സസ് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ഡിസ്ട്രിബ്യൂട്ട് ഓൾ ഇറ്റ്സ് ഏർണിങ്സ് എമംഗ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ അവരുടെ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് മുഴുവൻ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇറ്റ് വിൽ ഹാവ് ടു റേസ് ദ ക്യാപിറ്റൽ ഫ്രം ഔട്ട്സൈഡ്. അപ്പോൾ നമുക്ക് പുതിയൊരു ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഒരു പുതിയ ബ്രാഞ്ചോ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഷെയർ ഇഷ്യൂ ചെയ്യേണ്ടതായിട്ട് വരും. ദിസ് വിൽ റിസൾട്ട് ഇൻ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഷെയർസ് റിസൾട്ടിങ് ദ ഫാൾ ഇൻ ദ ഫ്യൂച്ചർ ഏർണിങ്സ് പെർ ഷെയർ. ഇത് എന്ത് ചെയ്യുന്നു? അടുത്ത വർഷമാകുമ്പോഴേക്കും നമ്പർ ഓഫ് ഷെയർസിൻ്റെ എണ്ണം കൂടുന്നു. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ വിഹിതം കുറയുന്നു. അതേസമയം നമ്മൾ ആ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ, പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ ആ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അടുത്ത വർഷം ഇൻക്രീസ് ചെയ്യുകയും ഈ ഷെയർ ഹോൾഡേഴ്സിന് തന്നെ കൂടുതലായിട്ടുള്ള എമൗണ്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ഏണിംഗ് പെർ ഷെയർ വാട്ട് എവർ ദ ഷെയർ ഹോൾഡർ ഹാസ് ഗെയിൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ഇൻക്രീസ്ഡ് ഡിവിഡൻഡ് വിൽ ന്യൂട്രലൈസ് കംപ്ലീറ്റ്ലി ഓൺ അക്കൗണ്ട് ഓഫ് ഫാൾ ഇൻ ദ വാല്യൂ ഓഫ് ഷെയർ ഡ്യൂ ടു ഡിക്ലൈൻ ദ എക്സ്പെക്റ്റഡ് ഏണിംഗ് പെർ ഷെയർ. അതായത് ഒരു വർഷം ഫുള്ളായിട്ടുള്ള എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തില്ലെങ്കിലും കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ കുറയില്ല. അത് ആ വർഷത്തെ എമൗണ്ട് റീറ്റെയിൻ ചെയ്തിട്ട് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവും. നെക്സ്റ്റ് ഇയർ കൂടുതൽ പ്രോഫിറ്റ് ഷെയർ ഡിവിഡൻഡ് അവർക്ക് ഏൺ ചെയ്യാനും സാധിക്കും. അപ്പോൾ അവിടെ മെയിനായിട്ട് മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ അപ്രോച്ച് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഷെയർ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഷെയറിൻ്റെ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോഫിറ്റബിലിറ്റിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പ്രോഫിറ്റ് നമ്മുടെ ബിസിനസ്സിൽ പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ ആണെങ്കിൽ, പ്രോഫിറ്റിനുള്ള സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് വാല്യൂ ഓഫ് ഷെയർ ഇൻക്രീസ് ചെയ്യും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് അസംഷൻസ് ഓഫ് അപ്രോച്ച്. അതിൽ അസംഷൻസ് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് പെർഫെക്റ്റ് ആണ്, ഇൻവെസ്റ്റേഴ്സ് ബിഹേവ് റേഷണലി. ക്യാപിറ്റൽ മാർക്കറ്റ് പെർഫെക്റ്റ് മാർക്കറ്റാണ്, ഇൻവെസ്റ്റേഴ്സ് റേഷണലി ബിഹേവ് ചെയ്യാണ്, ഇൻഫർമേഷൻസ് നമുക്ക് അവൈലബിൾ ആവും. അപ്പോൾ നമുക്ക് ഇതുപോലെ ട്രാൻസാക്ഷൻ കോസ്റ്റും പ്രൊട്ടക്ഷൻ കോസ്റ്റും ഒന്നും ഉണ്ടാവില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഷെയർ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യും. There will be no either tax. There is no difference in tax applicable to the capital gain and dividend. Capital gainനും ഡിവിഡൻഡിനും ഒരേ ടാക്സ് ഇല്ല എങ്കിൽ ദ ഫേം ഹാസ്, ഇതാണ് അസംഷൻ പറയുന്നത്, ദ ഫേം ഹാസ് ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയാണ്, റിസ്ക് ഓർ അൺസർട്ടനിറ്റി ഡസ് നോട്ട് എക്സിറ്റ്. ഇങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാണ്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോഫിറ്റിന് ഡിവിഡൻഡ് എത്രയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഷെയറിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഷെയറിൻ്റെ വാല്യൂ P0 എന്ന് പറയുന്നത് പ്രിവൈലിംഗ് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ. അതായത് നമ്മുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസാണ് പറയുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് D1 + P1 ഡിവിഡൻഡ് റിസീവ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡും അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസ് അറ്റ് എൻഡ് ഓഫ് ദ പീരീഡും ആണ് ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 1 + KE. KE എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ. അതാണ് പ്രിവൈലിംഗ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ, ഇപ്പം നിലനിൽക്കുന്ന മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് P1 എന്ന് പറയുന്നത് P0 ഇൻറ്റു 1 + KE - D1. P0 എന്ന് പറയുന്നത് പ്രിവൈലിംഗ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ ആണ്. 1 + KE - D1 എന്ന് പറയുന്നത് ഡിവിഡൻഡ് റിസീവ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ
പീരീഡ് 1 എൻഡ് ഓഫ് ദ പീരീഡിൽ റിസീവ് ചെയ്തിട്ടുള്ള ഡിവിഡൻ്റാണ്. അപ്പോൾ ഇതാണ് ഇതിൽ മാർക്കറ്റ് പ്രൈസാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പ്രിവെയിലിംഗ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഷെയറിൻ്റെ വാല്യൂ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല നിൽക്കുന്നതെന്നാണ് മോഡി ഗിലിയാനി ആൻഡ് മില്ലർ അപ്രോച്ചിൽ പറയുന്നത്. ഇനി അതിൻ്റെ ക്രിറ്റിസിസം എന്ന് പറയുന്നുണ്ട്, യമ ഹൈപ്പോത്തിസിസ് അസ്യൂംസ് ദാറ്റ് ടാക്സ് ഡി നോട്ട് എക്സിറ്റ് ഈസ് ഫാർ ഫ്രം റിയാലിറ്റി. ടാക്സ് ഇല്ല എന്നുള്ളതാണ് അസംഷനിൽ പറയുന്നത്. അതുപോലെ തന്നെ ഫ്ലോട്ടേഷൻ കോസ്റ്റും എ ഫേം ഹാസ് ഓൾവേസ് ടു പേ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഇൻ ടേംസ് അണ്ടർ റൈറ്റിംഗ് പ്രീ ബ്രോക്കേഴ്സ് കമ്മീഷൻ whenever it wants to raise the fund from outside. ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫണ്ട് പുറത്തുനിന്ന് റേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ചിലവാണ് ഈ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഇല്ല എന്നാണ് MM അപ്രോച്ചിൽ പറയുന്നത്. ട്രാൻസാക്ഷൻ കോസ്റ്റ്, ദ ഷെയർ ഹോൾഡർ ഹാസ് ടു പേ ബ്രോക്കറേജ് ഫീ എക്സെട്ര വി വാണ്ട്സ് ടു സെൽ ദ ഷെയർസ്. ഷെയർ വിൽക്കുന്ന സമയത്ത് ബ്രോക്കറേജ് കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് പറയുന്നത്. Discount rate, the assumption under Lemma hypothesis, single discount rate can be used for discounting cash inflow at a different period of knockout rate. ഒരൊറ്റ ഡിസ്കൗണ്ട് റേറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പക്ഷെ അത് സിംഗിൾ ആയിരിക്കില്ല എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇറലവൻ്റ് ആണ്, ഡിവിഡൻഡ് പോളിസിയിൽ ഇറലവൻ്റ് ആണ് MM അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.